സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കുകയാണ്. മിക്ക ആൾക്കാർക്കും ഇത് റിലേറ്റബിൾ ആയിരിക്കും. കാരണം ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ കാണും, നേരത്തെ അനുഭവിച്ചവർ കാണും, ഇനി അനുഭവിക്കാൻ പോകുന്നവരും കാണും. ഞാൻ എന്തായാലും ഇതിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരു 4 വർഷമായിട്ട്. ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ര വലിയ ഫണ്ണി ആയിട്ടുള്ള കാര്യമല്ല ഇത്, കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പം അവരെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ, അവർ പറഞ്ഞതിനെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചിരിയ വരുന്നത്. ഈശ്വര, ഇത്രയും വിവരമില്ലാത്ത ആൾക്കാരോ. ഓ ഫണ്ണി ഗൈസ്. അപ്പം കുറച്ച് സന്തോഷത്തോടെ പറയാം, കാരണം അത്രയ്ക്കുള്ളതുണ്ടേ. തോന്നുന്നു അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ. കുറേ തമാശകളുണ്ട്, നമുക്കപ്പം അത് പറയാം. ബോഡി ഷേമിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ 4 വർഷം മുന്നേ നല്ല മെലിഞ്ഞിട്ടായിരുന്നു. ഇപ്പം ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ നല്ല ചബ്ബിയെന്ന് വെച്ചാൽ നല്ല ചബ്ബിയ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു, ഹീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് തന്നെ എല്ലാരും വിളിച്ചിരുന്നത്. എന്നെ കാണുന്നവരെല്ലാവരും പറയും, അയ്യോ ഗുണ്ടുമണി പോലെ ഇരിക്കുന്നല്ലോ. ഇപ്പം കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും. നേരത്തെയൊക്കെ എനിക്ക് ദേഷ്യം വരുമായിരുന്നു, ഇപ്പം എനിക്ക് ചിരി വരും. അപ്പം ഒരു 4 വർഷത്തിന് മുൻപേ ഉള്ളൊരു ഫോട്ടോ ഞാനിവിടെ വെച്ചേക്കാം. അത് കാണുമ്പോൾ നിങ്ങൾക്കേ ചിരി വരും, ആലോചിച്ചിട്ടേ എനിക്ക് ചിരി വരുന്നു. അപ്പം ഞാൻ കോളേജിൽ ചേരുന്നതിന് മുന്നേ അപ്പോൾ എനിക്ക് ചേർന്നപ്പോൾ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതിനെനിക്ക് നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. അപ്പം സ്ട്രെസ് ഹോർമോൺ എനിക്ക് നല്ല കൂടുതലായതുകൊണ്ട് എനിക്ക് അതിൻ്റെ ബേസിൽ നല്ല രീതിയിൽ വണ്ണം വെക്കുമായിരുന്നു. അപ്പം എന്നെ എല്ലാവരും കളിയാക്കും. സാധാ ഈ ഹോസ്റ്റലിലൊക്കെ പോകുമ്പോൾ എല്ലാവരും മെലിഞ്ഞിട്ടാണ് വരുന്നത്, നീ എന്താ ഈ തടിച്ചിട്ട് വരുന്നത്? അപ്പം ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്, എൻ്റെ ഹോസ്റ്റലിൽ അത്രയ്ക്ക് നല്ല ഫുഡാണ്. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ എന്ന് ഞാൻ തന്നെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഇന്ന് നശിച്ച ഫുഡ് കഴിക്കണമെന്നല്ലോ എന്നും പറഞ്ഞ് ഇറങ്ങി ചെല്ലുന്ന ഞാൻ തന്നെ ആലോചിക്കും, എൻ്റെ ഹോസ്റ്റലിൽ ഇത്രയും നല്ല ഫുഡായിരുന്നു, ഞാൻ ഇങ്ങനെ തടിച്ച് വരാനും അറിയത്തില്ല കേസ്. അപ്പം അങ്ങനെ ഇന്നിപ്പം എൻ്റെ ഞാൻ നേരത്തെ ഇപ്പോഴും എൻ്റെ അച്ചമ്മയെ പോലെ കാണാൻ. അച്ചമ്മയുടെ പല്ലൊക്കെ പൊങ്ങിയപ്പോഴും അപ്പം എൻ്റെ പല്ലും പൊങ്ങിയതായിരുന്നു. ഞാൻ അത് കലൈനർ ഇട്ടെങ്കിലും റെഡിയാക്കി. അന്നത്തെ കാലത്ത് തലേന്നുള്ളതുകൊണ്ട് അച്ചാമ്മയ്ക്ക് ഇപ്പോഴും പല്ലിരിക്കാം. എവിടുന്ന് വരുന്നടാ? അച്ചാമ്മ നല്ല വണ്ണം വെച്ചിട്ടാണ്. അപ്പം എല്ലാവരും എന്നെ കളിയാക്കും, നീ അച്ചാമ്മയെ പോലെ തന്നാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്, അച്ചാമ്മയുടെ വണ്ണോ അച്ചാമ്മയുടെ പല്ലുവാ നിനക്കെന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് കളിയാക്കുമായിരുന്നു. അപ്പം എനിക്ക് അച്ചാമ്മയോട് ഭയങ്കര ദേഷ്യമായിരുന്നു. ഞാൻ അമ്മയോട് ചെന്ന് വഴക്കിടുമായിരുന്നു. അച്ചാമ്മ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടല്ലേ എന്നെ എല്ലാവരും കളിയാക്കുന്നത്, അച്ചാമ്മയ്ക്ക് എന്താണെന്നാലും ചൊവ്വയിരുന്നതെന്നൊക്കെ പറഞ്ഞ് അന്ന് അത്രയും വിവരമില്ലാത്ത പ്രായത്തിൽ ഞാൻ അച്ചാമ്മയോട് ചെന്ന് വഴക്കിടുമായിരുന്നു കേസ്. അച്ചാമ്മ എന്താ പറയുന്നത്, അച്ചാമ്മയെല്ലാം കേട്ടിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിക്കൊണ്ട് എന്താ ഷൈട്ട് പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട, അല്ലാതെ വേറെ എന്തോ പറയാൻ. അപ്പം ഇപ്പം വിവരം വെച്ച് ഇങ്ങനെ പറയാം, വിവരം വെച്ചുകൊണ്ട് ഞാൻ അങ്ങനെ അച്ചമ്മയോട് ചെന്ന് വഴക്കിടാറില്ല. പക്ഷെ എന്നെ എല്ലാവരും ഇപ്പോഴും അത് പറഞ്ഞ് പല്ലിൻ്റെ കാര്യമല്ല വണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞ് കളിയാക്കുക. അപ്പം ഞാൻ എല്ലാവരോടും ഒരു തമാശയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്, അച്ചമ്മയെപ്പോലെ ഞാൻ അത്രയും ഇരിക്കുന്നത് കൊണ്ട് അച്ചമ്മയുടെ മാലയും വളയൊക്കെ എനിക്കായിരിക്കും. ഞാൻ തമാശയ്ക്കാണെങ്കിലും കിട്ടിയാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഞാൻ ചുമ്മാ പറയാറുണ്ട്. അപ്പം ഇപ്പം എനിക്കത് മനസ്സിലായി. അതിൻ്റെ ഒരു സയൻറ്റിഫിക് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മൾ അച്ഛൻ്റെ അമ്മയുടെ ജീൻ മാത്രമല്ല, നമുക്ക് പല തലമുറകളിൽ നിന്ന് നമുക്ക് ജീൻ വരുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ അച്ഛമ്മയെപ്പോലെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ പേരക്കുട്ടി ആയതുകൊണ്ടല്ലേ അങ്ങനെ ഇരിക്കുന്നത്. എനിക്കതൊരു അഡ്വാൻറ്റേജ് അല്ലേ, ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ അല്ലല്ലോ ഇരിക്കുന്നത്. ഞാൻ അച്ഛമ്മയെപ്പോലെ തന്നെയല്ലേ കറക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് ഷെയിം വരേണ്ട കാര്യമല്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര എന്താ, ഇപ്പം ഒരു പറയുമ്പോൾ എനിക്ക് വലിയ ഇതൊന്നും തോന്നത്തില്ല. ഇപ്പം ഞാൻ അച്ഛമ്മയോട് ഭയങ്കര വഴക്കിട്ടുണ്ട് എന്ത് കാര്യം, നമ്മൾ അവരെ പോലെ ആയിപ്പോയി, നമ്മുടെ ജീൻ അതാണ്, അതാണ് അതുകൊണ്ട് അത് ഞാനിപ്പം മനസ്സിലാക്കി. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഈ കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഹേർട്ടായിട്ടുള്ള കാര്യമാണ്, എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച കാര്യമാണ്. പക്ഷെ എനിക്ക്
ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം ഞാൻ തിരിച്ചെന്തെങ്കിലും പറഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. അങ്ങനെ പേരും രണ്ടെണ്ണം കൂടെ പറയേണ്ടിയായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് അത്രത്തോളം ദേഷ്യമുണ്ട് അവരോട്. ഇനി കണ്ടാലും എന്നെ എന്തെങ്കിലും പറയത്തില്ലായിരിക്കും, കാരണം അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് തിരിച്ച്. അപ്പം കാര്യം എന്താണെന്ന് അറിയാം, ഒരു പബ്ലിക്കായിട്ട് അവരെന്നെ ബോഡി ഷെയിം ചെയ്തു ഗൈസ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനും അമ്മയായിട്ട് ഇലക്ഷൻ്റെ സമയത്ത് വോട്ടിനാനായിട്ട് പോയായിരുന്നു. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വോട്ടിൻ്റെ സമയമാകുമ്പം ഒബ്വിയസ്ലി അവിടെ എല്ലാം നല്ല ആൾക്കാർ കാണും. അപ്പോൾ ആണെങ്കിൽ ഒരു ആൻറ്റിയും ഒരമ്മയും, എനിക്ക് ആൻറ്റിയുടെ പേരറിയാം, പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അപ്പം അമ്മ എനിക്കറിയത്തില്ല, ആൻറ്റി എനിക്കറിയായിരുന്നു. പിന്നെ അവിടെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്. അതിനകത്ത് കുറച്ച് പേരൊക്കെ എനിക്കറിയാം, കുറച്ച് പേരൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഇരിക്കുന്ന മിക്ക ആൾക്കാർക്കും എന്നെ അറിയാം. എനിക്കറിയത്തില്ല, എന്നെ അറിയായിരുന്നു. അപ്പം ഞാനും അമ്മയായിട്ട് കയറി കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും ആ അമ്മയും ആൻറ്റിയും കൂടെ എന്നോട് ചോദിച്ചു, ഹോസ്റ്റലിൽ നല്ല ഫുഡാണ്. അപ്പം ഞാൻ പണ്ടേ ഒരു പൊട്ടിയായതുകൊണ്ട് എനിക്ക് കത്തിയില്ല അവരെന്നെ കളിയാക്കിയത്. സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന്. ഞാൻ ഇങ്ങനെ നിഷ്കളങ്കമായിട്ട് ചോദിച്ചു, എന്തുവാ ഹോസ്റ്റലിൽ നല്ല ഫുഡാണല്ലേ, നല്ല വണ്ണം വെച്ചിരിപ്പം ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവരെന്നെ കളിയാക്കിയതെന്ന്. അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ ഒന്ന് കിളി പോയതുപോലെ ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ ശിവനെ ഇത് യാത് ജില്ല. കാരണം അത്രയും ആൾക്കാരുണ്ട്, എനിക്കൊന്ന് വിഷമമായപ്പോൾ എന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ ഇത്രയും പബ്ലിക്കിൻ്റെ ഇടയിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തതാണ്. എനിക്ക് വിഷമമായി. അത് ഞാനൊന്ന് കിളി പോയതുപോലെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവരെ നോക്കി. അവരെ നോക്കിയപ്പോൾ ഇത്രയും വലിയ വയറും ഇത്രയും വലിയ വണ്ണവും വെച്ചിട്ടാണ് രണ്ടുപേരും നോക്കിയത്. എന്നിട്ടാണ് അവരെന്നോട് ചോദിക്കുന്നത്, മറ്റില്ല എന്താ ഒരു കാലം മുടന്നുള്ളവൻ രണ്ട് കാലം മുടന്നുള്ളവനെ കളിക്കുക, അങ്ങനത്തെ എന്ത് സംഭവം അതുപോലെ ഇരിക്കുന്നു. എനിക്കപ്പം ഞാൻ ചോദിച്ചു, ഈ ബോഡി ഷേമിങ് ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് എന്ന് തിരിച്ച് പറഞ്ഞു. അല്പം ചട്ടമ്പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്കും അവർ ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്യുമെന്ന് വിചാരിച്ചില്ല, അവരങ്ങ് ചെമ്പി. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ ചുമ്മാതെ പറഞ്ഞതാണ് കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, ബോഡി ഷേമിങ് ചെയ്യുമ്പോൾ മോശമായിട്ടുള്ള കാര്യം. അപ്പോഴത്തേക്ക് രണ്ടുപേരും ചമ്മി ശശിയായിട്ടാണ്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷവുമായി, കാരണം തിരിച്ച് ഞാൻ റിയാക്ട് ചെയ്തല്ലോ എന്നുള്ളൊരു സന്തോഷമായി. അപ്പം ഞാൻ അന്ന് റിയാക്ട് ചെയ്തത് കൊണ്ട് മാത്രം എന്താ അവർ അവിടെ വെച്ച് അത് നിർത്തി. ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും അത് പറഞ്ഞതിന് ഞാൻ ഇരുന്ന് വിഷമിച്ചുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് തിരിച്ച് ബാക്കിയും കൂടെ പറയണമെന്നുണ്ടായിരുന്നു. എൻ്റെ കൂട്ടിരുന്ന ആൻറ്റി എന്നോട് പറഞ്ഞ് മുട്ടയിൽ കൊണ്ട് എടുത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിർത്തി. ഇല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ പറഞ്ഞു കൊടുത്തതിന് എനിക്ക് അത്രത്തോളം ദേഷ്യവും വിഷമവും വന്നായിരുന്നു. ഇപ്പോഴും ഉണ്ട്, ബാക്കി എനിക്ക് കൂടെ പറയണമായിരുന്നു എന്ന് എനിക്കുണ്ട്. പക്ഷെ ആൻറ്റി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിർത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ കുറച്ചും കൂടെ പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും വിഷമമായിട്ടുള്ള ഒരു ബോഡി ഷേമിങ് ഇൻസിഡൻറ്റ്. ഇതിന് മുന്നേയൊക്കെ കുറേ ഉണ്ടായിട്ട് ഇപ്പോൾ എനിക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കങ്ങ് ചിരി വരും. അത്രയും വിവരമില്ലാത്ത ആൾക്കാർ ഇത്രയൊക്കെ വിവരമില്ലായ്മ പറഞ്ഞായിരുന്നല്ലോ എന്ന്. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്, നമ്മളോട് സ്നേഹമുള്ള ആൾക്കാർ. അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പബ്ലിക്കിൻ്റെ മുന്നിലൊന്നും നമ്മളെ വെച്ച് കളിയാക്കുക അങ്ങനൊന്നുമല്ല. എനിക്ക് അങ്ങനെ കുറേ ഇൻസിഡൻസ് വന്നിട്ടുണ്ട്, നല്ല ഇൻസിഡൻസ്. മീൻസ് എന്നെ മാറ്റി നിർത്തി, മോളെ എന്തും പറ്റി ഇത്രയും വേണം വെച്ച് നമ്മൾ ജിമ്മിലൊക്കെ പോകാൻ നോക്ക്, അങ്ങനെ നമ്മളോട് സ്നേഹത്തോടെ പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. കാരണം നമ്മളെ കളിയാക്കാതെ നമ്മളോട് ഒരു കാര്യം പറഞ്ഞു തരും, അവർ നമുക്കൊരു അഡ്വൈസ് തരും. അത് നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യം, അല്ലാതെ ഈ കളിയാക്കുന്നത് നമുക്കൊരിക്കലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം എനിക്കിത്രേ പറയാനുള്ളൂ. ഇപ്പോൾ ബോഡി ഷേമിങ് കിട്ടുന്നവരാണെങ്കിലും കിട്ടാൻ പോകുന്നവരാണെങ്കിലും എല്ലാവരും തിരിച്ച് റിയാക്ട് ചെയ്യുക. ഇങ്ങനെ കളിയാക്കുന്നവർക്ക് എടുക്കില്ല, തിരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യുക. റിയാക്ട് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. സോ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് പേടി വരും, തിരിച്ചെന്തെങ്കിലും പറയും എന്നുള്ളത്. അപ്പം നമ്മൾ എന്താ, അവർ നമ്മളെ അങ്ങനെ വലുതായിട്ട് പിന്നെ ഒന്നും പറയാൻ നിൽക്കത്തില്ല. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഇപ്പൊ എല്ലാം പറഞ്ഞ പോലെ